എമോജിയുടെ മുഖമുള്ള ക്ലാസ് ടീച്ചർ സ്പേസിൽ നിന്നാണ് വന്നിരിക്കുന്നത്. 3 മാസം മുമ്പ് ഈ ഏലിയൻ ചന്ദ്രന്റെ വലിയൊരു ഭാഗം നശിപ്പിക്കുകയും അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഭൂമിയും ഇതുപോലെ നശിപ്പിക്കുമെന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ്. എന്നാൽ വെറുതെ ഭൂമിയെ നശിപ്പിക്കുന്നതിൽ ഒരു രസവുമില്ലെന്ന് വിചാരിച്ച് ഭൂമിയെ രക്ഷിക്കാൻ മനുഷ്യന്മാർക്ക് ഒരു അവസരം കൊടുക്കുകയാണ് ഈ ബുദ്ധിമാനായ ഏലിയൻ. അങ്ങനെ ഈ ഏലിയൻ ഭൂമിയിലെ ഒരു സ്കൂളിൽ ടീച്ചറായി ജോലിക്ക് പോവുകയാണ്. അവിടെ വെച്ച് ഈ കുട്ടികളുമായി ഏലിയൻ ഒരു കോൺട്രാക്ട് വയ്ക്കുന്നു. 1 വർഷത്തിനുള്ളിൽ ഈ ഏലിയനെ കുട്ടികൾക്ക് കൊല്ലാൻ സാധിച്ചാൽ ഇയാളും ഇയാളുടെ കൂട്ടരും ഭൂമി വിട്ടുപോകുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. എന്നാൽ പക്ഷേ ഈ ഏലിയനെ കൊല്ലുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ഈ ഏലിയൻ ലൈറ്റിനേക്കാൾ വേഗതയിലാണ് പറക്കുന്നത്. വെറും 2 സെക്കൻഡിനുള്ളിൽ ഭൂമി ചുറ്റി തിരിച്ചു വരാൻ ഇതിന് സാധിക്കും. കൂടാതെ ഈ ഏലിയന് ഭൂമിയിലുള്ള എന്തിന്റെയും ഷേപ്പ് എടുക്കാനും ഈ ഏലിയന്റെ തന്നെ മൾട്ടിപ്പിൾ ക്ലോൺ സൃഷ്ടിക്കാനും കഴിയും. കൂടാതെ ഈ ഏലിയന്റെ ശരീരത്തിലെ ഏത് ഭാഗം മുറിച്ചാലും അത് സെക്കൻഡുകൾക്കുള്ളിൽ റീജനറേറ്റ് ആവും. ഈ ഏലിയനെ കൊല്ലുന്നവർക്ക് ഗവൺമെന്റ് 100 കോടി രൂപ സമ്മാനവും അവർക്ക് ഇഷ്ടമുള്ള ജോലിയും സമ്മാനമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ വിചിത്രമായ കാര്യം എന്തെന്നാൽ താൻ കാരണം ഒരു കുട്ടി പോലും കൊല്ലപ്പെടില്ല എന്ന് ആ ടീച്ചർ കോണ്ടാക്റ്റിൽ പ്രത്യേകം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ കുട്ടികളും ഈ ഏലിയനെ കൊല്ലാനായി ഓരോ വഴികളും ആലോചിക്കാൻ തുടങ്ങി. ഒരു കുട്ടി ഡൗട്ട് ചോദിക്കാനുള്ള രീതിയിൽ ടീച്ചറുടെ അടുത്ത് വന്നിട്ട് സംശയം ചോദിക്കുന്നതിന്റെ ഇടയിൽ കയ്യിൽ വച്ചിരുന്ന കത്തിവെച്ച് ടീച്ചറെ കുത്താൻ ശ്രമിക്കുന്നു. പക്ഷേ ആ ഏലിയൻ വളരെ എളുപ്പത്തിൽ തന്നെ അയാളെ ബ്ലോക്ക് ചെയ്യുന്നു. തന്നെ ഒന്നും ചെയ്യരുതേ ടീച്ചറെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു അവൻ കരയാൻ തുടങ്ങി. പക്ഷേ ചതിയനായ അവന്റെ കോട്ടിനുള്ളിൽ ഏലിയൻ കില്ലർ ബോംബുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായി. വലിയൊരു ശബ്ദത്തോടെ ആ ബോംബ് പൊട്ടിത്തെറിക്കുന്നു. എല്ലാവരും ആ ടീച്ചർ കൊല്ലപ്പെട്ടുവെന്ന് വിചാരിച്ച് ആശ്വസിക്കുന്നു. പക്ഷേ ശരിക്കും ആ ടീച്ചർ കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്നറിയുന്നതിന് മുന്നേ നിങ്ങളുടെ സ്കൂളിലും ക്ലാസ് ടീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ടീച്ചർ കൊല്ലപ്പെട്ടു എന്ന് വിചാരിച്ചു കുട്ടികൾ സന്തോഷിക്കുമ്പോൾ മുകളിൽ നിന്നും ടീച്ചറുടെ ശബ്ദം കേൾക്കുന്നു. എന്നാൽ പക്ഷേ ചതിയിലൂടെ ടീച്ചറെ കൊല്ലാൻ ശ്രമിച്ചത് ഏലിയന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. പെട്ടെന്ന് ടീച്ചർ ഒരു ഈവിൽ ഏലിയന്റെ രൂപത്തിലേക്ക് മാറുന്നു. ഓരോ തവണ കുട്ടികൾ പരാജയപ്പെടുമ്പോഴും ടീച്ചർ അവരുടെ ഹോംവർക്ക് ഇരട്ടിയായി കൊടുക്കുന്നു. ഒരു കുട്ടി ടീച്ചറുടെ മുന്നിൽ വെച്ച് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന പോലെ അഭിനയിക്കുന്നു. പക്ഷേ ആ ടീച്ചർ അതിനു മുന്നേ ഒരു വല സൃഷ്ടിച്ചിട്ട് ആ കുട്ടിയെ രക്ഷപ്പെടുത്തുന്നു. ഈ കുട്ടികളെ കൊണ്ട് ഏലിയനെ കൊല്ലാൻ സാധിക്കില്ലെന്ന് ഗവൺമെന്റ് മനസ്സിലാവുന്നു. അങ്ങനെ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഒരു കുട്ടിയുടെ വേഷത്തിൽ ഒരു റോബോട്ടിനെ സ്കൂളിലേക്ക് അയക്കുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും ആ ടീച്ചറെ കൊല്ലാൻ അവർക്ക് സാധിക്കുന്നില്ല. പെട്ടെന്ന് അവരുടെ ക്ലാസ്സിലേക്ക് ഒരു വെളുത്ത മുടിയുള്ള കുട്ടി പ്രവേശിക്കുന്നു. അവൻ വന്നിട്ട് എല്ലാ കുട്ടികളെയും ലൂസേഴ്സ് എന്ന് വിളിച്ചിട്ട് അവനും ഒരു ഏലിയൻ ആണെന്ന് പറയുന്നു. അവനും ആ ടീച്ചറുമായി നേർക്കുനേർ യുദ്ധത്തിൽ തയ്യാറാവുന്നു. ഒറ്റവെട്ടിന് അവൻ ടീച്ചറുടെ കൈ രണ്ടാക്കുന്നു. മിനിറ്റുകൾക്കുള്ളിൽ ടീച്ചറുടെ എല്ലാ കൈകളും വെട്ടിക്കളയുന്നു. ടീച്ചർ വീണ്ടും ഒരു റീമാച്ചിന് വേണ്ടി ആവശ്യപ്പെടുന്നു. എന്നാൽ ഇത്തവണ ജയിച്ചത് ടീച്ചറായിരുന്നു. അടുത്ത നിമിഷം ടീച്ചർ ഏലിയനെ ക്ലാസ്സിൽ നിന്നും പുറത്തേക്ക് വലിച്ചെറിയുന്നു. പക്ഷേ ഗവൺമെന്റ് കൊല്ലാൻ നോക്കുന്നതിന്റെ ഇടയിലും ഈ ടീച്ചർ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ ക്ലാസ്സിലെ ഉഴപ്പൻ പിള്ളേർ വരെ വളരെ നന്നായി പഠിക്കാൻ തുടങ്ങി. ടീച്ചർ സ്വയം 100 കണക്കിന് ക്ലോണുകളെ സൃഷ്ടിച്ചു ഓരോ കുട്ടിക്കും പ്രത്യേകം ക്ലാസുകൾ എടുക്കാൻ ആരംഭിച്ചു. ഒരു കുട്ടി ടീച്ചർക്ക് ജ്യൂസ് എന്ന വ്യാജേന ഒരു ബോട്ടിൽ പോയിസൺ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നു. എന്നാൽ ടീച്ചർ ഒരു മടിയും കൂടാതെ പോയിസൺ മുഴുവനും കുടിച്ചു തീർക്കുന്നു. പക്ഷേ കൊല്ലപ്പെടുന്നതിനു പകരം ആ ടീച്ചറുടെ ശക്തി ഇരട്ടിയാവുകയാണ് ചെയ്യുന്നത്. ദിവസം ചെല്ലുന്തോറും ടീച്ചറുടെ ശക്തി കൂടി വരാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു ദിവസം ടീച്ചർ ഭൂമിയിൽ നിന്ന് സ്പേസിലേക്ക് പോയിട്ട് അവന്റെ സ്പേസ്ഷിപ്പുമായി തിരിച്ചു വരുന്നു. കുട്ടികളുടെ തന്നെ കൊല്ലാൻ സാധിക്കില്ലെന്ന് മനസ്സിലായി. ആ ക്ലാസ്സിലുള്ള കുട്ടികളെ പഠിക്കാൻ വേണ്ടി ടീച്ചർ മറ്റൊരു കണ്ടീഷൻ കൂടി അവരുടെ മുന്നിൽ വയ്ക്കുന്നു. പുതിയ കണ്ടീഷൻ അനുസരിച്ച് ക്ലാസ്സിലെ ഫൈനൽ എക്സാമിൽ ഓരോ സബ്ജക്റ്റിലും ടോപ്പ് ഗ്രേഡ് കിട്ടുന്ന കുട്ടികൾക്ക് തന്റെ ഓരോ ശരീരഭാഗവും വെട്ടിക്കളയാനുള്ള ഒരു ചാൻസ് ആ ടീച്ചർ കൊടുക്കുന്നു. ശരീരത്തിലെ ഓരോ ഭാഗം കുറയും തോറും ആ ടീച്ചർ കൂടുതൽ വീക്ക് ആവുകയും അങ്ങനെ ടീച്ചറെ കൊല്ലാനുള്ള അവസരം കുട്ടികൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഈ ടീച്ചർ പഠിപ്പിക്കുന്നത് സാധാരണ സ്കൂളിലെ ടീച്ചർമാർ പഠിപ്പിക്കുന്ന പോലെയല്ല. ഇംഗ്ലീഷിൽ വീക്കായ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി അവരെ തന്റെ ജെറ്റിൽ ഹോളിവുഡിൽ കൊണ്ടുപോയി അവിടെയുള്ളവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേട്ടു പഠിക്കാൻ പറയുന്നു. ഇനിയിപ്പോൾ ഭൂമിയെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നതെങ്കിൽ കുട്ടികളെ ഭൂമിയെ ചുറ്റി കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ ആ ഏലിയന്റെ ക്ലാസ്സിലെ കുട്ടികൾ ഭൂമിയിലെ തന്നെ ഏറ്റവും മിടുക്കന്മാരായ കുട്ടികളായി മാറുന്നു. അങ്ങനെ നേരത്തെ ടീച്ചറുടെ എഗ്രിമെന്റ് അനുസരിച്ച് ഓരോ കുട്ടിക്കും ടീച്ചറുടെ ഓരോ ശരീരഭാഗവും വെട്ടിക്കളയാനുള്ള അവസരം ടീച്ചർ കൊടുക്കുന്നു. എല്ലാവരും ടീച്ചറെ കൊല്ലാനായി തോക്കുകളും ബോംബുകളും തയ്യാറാക്കുന്നു. ഗ്രാജുവേഷൻ സെറിമോണിയുടെ ദിവസം കുട്ടികളെല്ലാവരും ആ ടീച്ചറെ കെട്ടിയിടുന്നു. ടീച്ചർക്ക് വെള്ളം പേടിയാണെന്ന് മനസ്സിലായ കുട്ടികൾ ടീച്ചറുടെ മുകളിൽ വെള്ളം ഒഴിച്ചുകൊണ്ട് ടീച്ചറെ ഷൂട്ട് ചെയ്യുന്നു. ഇത്തവണ ഒരിക്കലും ആ ടീച്ചർ രക്ഷപ്പെടില്ലെന്ന് കുട്ടികൾ വിചാരിച്ചു. പക്ഷേ ടീച്ചർ രക്ഷപ്പെടുമോ?